കുൾഫി ഉണ്ടാക്കാൻ വേണ്ടി 2 കവർ മിൽമയുടെ പാലാണ് എടുക്കുന്നത്. പിന്നെ ഏലക്കാപ്പൊടിയുണ്ട്, പിന്നെ പഞ്ചസാര, പാൽപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കാഷ്യൂ നട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ബദാം പൊടിച്ചതും, വേണമെങ്കിൽ പിസ്തയും ആഡ് ചെയ്യാം. എൻ്റെ അമ്മച്ചിക്ക് പിസ്ത ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. ബ്രെഡ് 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 3 ബ്രെഡ് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് മിൽമയുടെ പാൽ ഒഴിക്കാം. ഒരു കവർ പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ കവർ പാലിട്ട് നമുക്ക് ഒഴിക്കാം. ഇത് വളരെ ഒത്തിരി സമയമൊന്നും എടുക്കുന്ന കാര്യമല്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഒന്ന് തിളയ്ക്കാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, തിളച്ച് വരുവാണ്. ഇപ്പം എന്നാൽ ഇതൊന്ന് നമ്മൾ രണ്ട് കവർ പാലാണ് ഒഴിച്ചത്. അപ്പോൾ അതിൻ്റെ പകുതിയാവണം, നല്ലതായിട്ട് കുറുകണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നത്. കുൾഫി ഉണ്ടല്ലോ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കുൾഫി വളരെ ഇഷ്ടമാണല്ലേ. ഇത് കേരളത്തിൽ അങ്ങനെ ഞാൻ ഒത്തിരി അന്വേഷിച്ചിരുന്നു, ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മച്ചി എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട് ഇത്. അപ്പം വളരെ നല്ലതായിട്ടുണ്ടാക്കി, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അമ്മച്ചി ഉണ്ടാക്കുന്ന അത്രയൊന്നും നല്ലാവും ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിതൊന്നും ശ്രമമാണ്. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മച്ചിക്ക്. അപ്പോൾ ഇതെങ്കിലും ഞാനൊരു ചെയ്യണമെന്ന് അമ്മച്ചിയുടെ കഴിവുകൾ നിങ്ങളിലെ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാലിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും. പക്ഷേ ഇത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. കാരണം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കുറച്ച് ലേറ്റ്. പിന്നെ ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടതായിട്ട് വരും. അതെല്ലാം കഴിയുമ്പോഴത്തേനും നമുക്ക് കുൾഫി കഴിക്കാം അല്ലേ. പാല് കുറുകിയിട്ടുണ്ട് കേട്ടോ. വേണ്ട കണ്ടില്ലേ, വളരെ നമ്മൾ 2 കവർ പാലെടുത്തതിനകത്ത് ഇപ്പം നല്ലതായിട്ട് കുറുകിയതുണ്ട്. ഇത് പകുതി ആയിട്ടുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടി ആദ്യം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇവിടെ പാൽപ്പൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതേ പാൽപ്പൊടിക്കകത്ത് കുറച്ച് പാൽ വെച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്യണം. ഞാനൊരു 4 സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്താണ് നമ്മൾ പാല് കുറച്ചെടുത്തിട്ട് കലക്കി വെക്കുന്നത്. അതിനെ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഇതേ കണ്ടില്ലേ, പാൽപ്പൊടി നമ്മൾ കലക്കിയിട്ടുണ്ട്. അത് ഇനി നമ്മൾ പാലിനകത്തോട്ട് ഒഴിക്കാൻ പോകും. ഇവിടെ പാല് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ആ കുറുകിയത് കണ്ടില്ലേ, സൈഡിലെല്ലാം പൊട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന പാല് ഒഴിക്കാൻ പോകുന്നത്. അതിന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് നമ്മൾ അടുത്തിട്ട് ഇടാൻ പോകുന്നത്. ഇത് വേണം മിക്സി പൊടിക്കാം, വെറുതെ കണ്ട കാര്യമില്ല. നമുക്ക് ചുമ്മാ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഞാൻ കണ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം കണ്ടിച്ചെടുത്ത് തന്നെ പൊടിച്ചിട്ട് നമുക്ക് പാലിനകത്ത് ഇടേണ്ടത്. ബ്രെഡ് പൊടിച്ചതാണിത്. നമ്മളിനി ഇത് പാലിലേക്ക് ഇടാൻ പോവുകയാണ്.
നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ബ്രെഡ് കിടന്ന് പാല് നല്ലതായിട്ട് കിടന്ന് ഇങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും എല്ലാം റെഡിയാവും. ജസ്റ്റ് വെയിറ്റ്. അത് കുറുകിയിട്ടുണ്ട്, കണ്ടില്ലേ? അത് നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്കിനി കുറുകിയതിനകത്തേക്ക് ഇനി അടുത്തത് ഇടാൻ പോകുന്ന എന്താണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും. വെറുതെ അതൊന്നുമില്ല. ഇനി പഞ്ചസാര, ഏലക്കാപ്പൊടി, ബദാം മിക്സ് ഇതെല്ലാം ഇട്ടാൽ മതി. നമുക്കെന്താ പഞ്ചസാര ഇട്ടാലോ? വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്നിടാം. അമ്മച്ചിക്ക് മധുരം നല്ല ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. മധുരം എത്ര കഴിച്ചാലും മടുക്കാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മച്ചി. അപ്പം പല അമ്മച്ചിമാർക്കും മധുരം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കുറവ് മതിയെങ്കിൽ അത്ര ഇട്ടാൽ മതി കേട്ടോ. ഇതിന് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് കുറുകി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏലക്കാപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഈ ഒരു സ്പൂൺ നിറച്ചിട്ട് അതാണ് ഞാൻ ഇടുന്നത്. ഫ്ലേവർ എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ ഒത്തിരി എങ്കിലും ഇടണ്ട, ഒരു സ്പൂൺ ഇടുന്ന അത്രയും മതി. അത് ഇതിനകത്തേക്ക് ഇടാം. അതും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി എന്താണ്? ബദാം പൊടി, പിസ്ത ഇല്ല, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മച്ചിക്ക് ഇഷ്ടമല്ല. അപ്പം ബദാം പൊടി, പീനട്ട് അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്നത്തേക്ക്. അതും നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് പിസ്ത ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാനിവിടെ ഇട്ടില്ല എന്നേ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇടല്ലേ എന്നൊരു റെസ്ട്രിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുൾഫിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി ഒറ്റ സ്റ്റെപ്പ്. അലുമിനിയം ഫോയിലാണ്. ഇതിനകത്താണ് നമ്മൾ കുൽഫി ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കുൽഫി ഉണ്ടാക്കുന്നൊരു ജാറുകൊണ്ട് അതിനകത്തും ഉണ്ടാക്കാം. ഈ അലുമിനിയം ഫോയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, ചെറിയൊരു വിലയാണ്. അതിൽ നമുക്ക് ഈ കോൺ ഷേപ്പിലാണ് നമ്മൾ കപ്പലണ്ടിയൊക്കെ കിട്ടുന്ന ഒരു ഇതില്ലേ, അതിനകത്താണ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. പാടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല എന്നോട് തോന്നുന്നുകൊണ്ടല്ല. ഈ ഒരു ഷീറ്റാണ് നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തതാണ്. അത് നമുക്ക് ഇങ്ങനെയൊരു മടക്കിയതിന് ശേഷം അത് ഈ ഒരു രീതി ഷീറ്റ് ആവശ്യം വലുപ്പം അനുസരിച്ച് നിങ്ങൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ ആയിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. നമ്മളിതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ്. നിറച്ചു വന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു ഈ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ സ്റ്റിക്ക് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിറയ്ക്കാൻ പോവാണ് നമ്മൾ. ഇത് നമുക്ക് നിറച്ചിടാം. ബാക്കിയെല്ലാം ബോട്ടിൽസ് ഇതുപോലെ തന്നെ നിറച്ച് നമുക്ക് എടുക്കേണ്ടതാണ്.
ഇത് വെച്ച് അടച്ചു വെക്കാം. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒരു 8 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ കുൾഫി റെഡി ആയിട്ടുണ്ട്. അതിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. നമ്മളതിന് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ കുൾഫി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റിയാണ്. ഇനി എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് വീട്ടിൽ നോക്കാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ എളുപ്പമുള്ള കാര്യമാണ്.